വലിയഴീക്കൽ പെരുമ്പള്ളി ശ്രീലക്ഷ്മി വിനായക സരസ്വതി ദേവി ക്ഷേത്രത്തിലെ 11ാമത് പ്രതിഷ്ഠാ വാർഷികത്തിന്റെ ഭാഗമായി നാഗരൂട്ട് ചടങ്ങ് നടത്തി. ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ആറാട്ടുപുഴ വലിയഴീക്കൽ പെരുമ്പള്ളി ശ്രീലക്ഷ്മി വിനായക സരസ്വതി ദേവി ക്ഷേത്രത്തിലെ 11ാമത് പ്രതിഷ്ഠാ വാർഷികത്തിന്റെ ഭാഗമായി നാഗരൂട്ട് ചടങ്ങ് നടന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം തന്നെയാണ് നാഗരൂട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. നാഗങ്ങൾക്ക് പാലഭിഷേകം, മഞ്ഞൾപ്പൊടി അഭിഷേകം എന്നിവ നടത്തുകയും നൂറും പാലും നിവേദ്യം സമർപ്പിക്കുകയും ചെയ്തു. ഈ കാവിലെ ദൈവങ്ങളരിയിൽ ഫലദേവരിലേക്കും സാധിക്കും. സപ്പശാപങ്ങളും മുദ്രശാപങ്ങളും നമോ നാഗരാജ നമോ ശ്രീനാഗരാജ നമോ നമസ്തി. ചടങ്ങുകൾക്ക് ക്ഷേത്ര ചെയർമാൻ സജീവൻ ശാന്തി നേതൃത്വം നൽകി. ലക്ഷ്മി വിനായക സരസ്വതി ദേവി ക്ഷേത്രത്തിലെ 11ാമത് പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന നാഗരൂട്ട് തികച്ചും വ്യത്യസ്തമായ തലത്തിലാണ് ഇവിടുത്തെ നാഗരൂട്ട് നടത്തുന്നത്. ഇവിടുത്തെ നാഗങ്ങൾക്ക് വേണ്ടി വിശേഷമായിട്ടുള്ള പാലഭിഷേകങ്ങൾ, മഞ്ഞൾപ്പൊടി അഭിഷേകങ്ങൾ, നേദ്യാദികൾ നടത്തുന്നതോടൊപ്പം തന്നെ ഈ ഭൂമിയുടെ തന്നെ അധികാരികളാണ് യഥാർത്ഥത്തിൽ നാഗങ്ങൾ. അവരുമായുള്ള മനുഷ്യബന്ധം അല്ലെങ്കിൽ പ്രകൃതിയുമായുള്ള ഓരോ മനുഷ്യൻ്റെയും ബന്ധം ഇന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബന്ധങ്ങൾക്ക് ഒരു മൂല്യം തന്നെ വരുത്തുക എന്നുള്ളതാണ് ഈ നാഗരൂട്ടിൻ്റെ പ്രത്യേകത. ജ്യോതിഷപരമായിട്ടുണ്ടാകുന്ന രോഗാവസ്ഥകളിൽ നിന്നും നമ്മളിലുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നൊക്കെ മോക്ഷദായകമാകുക എന്നുള്ള ഒരു തത്വം കൂടി പ്രകൃതിയെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് ലഭ്യമാകുകയാണ്. ആ പ്രകൃതിയുടെ ദേവൻ തന്നെയാണ് നാഗങ്ങൾ. അതുതന്നെയാണ് ഇവിടുത്തെ പൂജയുടെ ലക്ഷ്യവും. ചടങ്ങുകളിൽ നിരവധി പേർ പങ്കെടുത്തു. CDNet ന്യൂസ്, ആറാട്ടുപുഴ.